നമ്മളിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ കൊല്ലംകോടാണ്. ഇന്ത്യയിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമമാണെന്ന് പറയപ്പെടുന്ന കൊല്ലംകോടാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളത്. നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട്. ആള് നമുക്ക് കൊല്ലംകോടിന്റെ എല്ലാ വിശേഷങ്ങളും പറയും. അപ്പൊ നമ്മൾ കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുള്ളത് ശരിക്കും? കൊല്ലംകോട് സുന്ദര ഗ്രാമം ആസ്വദിക്കാനായിട്ട് ധാരാളം സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടാണ് സഞ്ചാരികളുടെ ഒഴുക്ക് കൊല്ലംകോട്ടേക്ക് വരുന്നത്. കാരണം ആനന്ദ മഹീന്ദ്ര കൊല്ലംകോടിനെ ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുത്ത് അതിൽ 3ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ കൊല്ലംകോട് നിൽക്കുന്നത്. പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു ഗ്രാമമാണ് കൊല്ലംകോട് സുന്ദര ഗ്രാമം. കൊല്ലംകോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലന്റെ നാട് ആണ് ശരിക്കും കൊല്ലംകോട് എന്ന് പറയുന്നത്. അതായത് ചരിത്രാതീത കാലം മുതൽ തന്നെ കേരള ചരിത്രത്തിന്റെ ഭൂമിക എടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് നിന്നാണ് ശരിക്കും കേരള ചരിത്രം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ലോഹയുഗം തൊട്ടിൽ തന്നെ ഒരുപാട് ഫൈൻഡിങ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യ ജീവൻ നിലനിന്നിരുന്നു അല്ലെങ്കിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ശവക്കല്ലറുകളും അതുപോലെ തന്നെ ചരിത്ര അവശിഷ്ടങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മൾ ഉദ്ഖനനം ചെയ്തിട്ടുണ്ട്. അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിൽ അതിന്റെ പര്യവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും ഇത് കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലം ശരിക്കും പറഞ്ഞാൽ ഈ പാലക്കാടൻ ഭൂമികയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു ഫൈൻഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങളൊക്കെ നടത്തിയതിന് ഡോക്ടറേറ്റ് അടക്കം എന്റെ സഹോദരന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊല്ലംകോടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ശരിക്കും തമിഴ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും. കാരണം ഇവിടുന്ന് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. ഇപ്പൊ തമിഴ്നാടും കേരളവും രൂപപ്പെടുന്നതൊക്കെ 1956-ലാണ്. ഇപ്പൊ നൂറ്റാണ്ടുകളായിട്ടുള്ള പഴക്കത്തിന് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. അത് നമ്മള് മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനം ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കൊല്ലംകോടിനെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പാലക്കാടിനെ തമിഴ്നാടിനെ വിഭജിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചരിത്രാതീത കാലം മുതൽ തൊട്ട് തന്നെ ഈ ഭൂമിക ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് 400-500 വർഷങ്ങൾക്ക് മുമ്പുള്ള വെങ്ങനാട് കോവിലകമാണ് ശരിക്കും. വെങ്ങനാട് കോവിലകത്തിന്റെ ഇതിലാണ് ഈ കൊല്ലംകോട് വരുന്നത്. ഇപ്പോഴും വെങ്ങനാട് കോവിലകം കേരളത്തിൽ ഏറ്റവും പ്രതാപമുള്ള ഒരു കോവിലകമാണ്. 400 വർഷങ്ങളോളം പഴക്കമുള്ള കൊട്ടാരക്കെട്ട് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറെയൊക്കെ മാറ്റിയതിനു ശേഷം ഇപ്പൊ 150 കൊല്ലം പഴക്കമുള്ള അതിമനോഹരമായിട്ടുള്ള കൊട്ടാരം ഇപ്പോഴും കൊല്ലംകോട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കാസിനോ ഗ്രൂപ്പിന്റെ ആയുർവേദ റിസോർട്ടായിട്ടാണ് നിലനിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആയുർവേദ റിസോർട്ട് ശരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല 5ാമത്തെ റിസോർട്ടായിട്ടാണ് ഇതിനെ അക്രഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദേശികൾക്ക് നല്ല ആയുർവേദ സുഖചികിത്സ നൽകാനുള്ള ഒരു സംവിധാനമായിട്ട് ആ കൊല്ലംകോട് കൊട്ടാരം ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ കൊട്ടാരത്തിന്റെ എല്ലാ പ്രൗഢിയും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ പുരാതനമായിട്ടുള്ള സംസ്കൃതികളൊക്കെ നിലനിർത്താൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇതിനെ ശരിക്ക് അത്രയും ഉത്തരവാദിത്തത്തോടെ കോടികൾ മുടക്കി അതിൻ്റെതായിട്ടുള്ള എല്ലാ പൗരാണികതയും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ കൊട്ടാരം നിലനിൽക്കുന്നു എന്നുള്ളത് കൊല്ലംകോടിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. നമുക്ക് കൊല്ലംകോട് വരുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ കാണാനുള്ളത്? എവിടേക്കാണ് ആദ്യം നമ്മൾ വരുന്നത്? ആദ്യം വരുന്നത് ശരിക്കും കൊല്ലംകോട് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ നമ്മൾ നെന്മേനി തേക്കഞ്ചിറ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഈ കൊല്ലംകോടിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സീതാർകുണ്ട് വാട്ടർഫോൾസ് ആണ്. സീതാർകുണ്ട് വാട്ടർഫോൾസും അതുപോലെ തന്നെ അതിലേക്ക് കടന്നു പോകുന്ന താമരപ്പാടമാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ്. അത് നെല്ലിയാമ്പതി നിലകളുടെ താഴ്വരയിലാണ് ഈ സീതാർകുണ്ട് വരുന്നത്. നെല്ലിയാമ്പതിയിൽ നിന്നുള്ള കാണുന്ന വെള്ളച്ചാട്ടല്ലേ? അവിടുത്തെ ചരിത്രം എന്താണ് ശരിക്കും? സീതാർകുണ്ടിന്റെ ചരിത്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ശ്രീരാമന്റെ വനവാസ കാലത്ത് അയോധ്യയിൽ നിന്ന് വരുന്ന വഴിക്ക് ശ്രീലങ്കയിലേക്കാണല്ലോ പോയിട്ടുള്ളത്. അപ്പൊ ഈ സഹ്യാദ്രിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ വഴികളിലൂടെയാണ് പോയിട്ടുള്ളതെന്നുള്ള ചരിത്രപരമായിട്ടും അതുപോലെ പൗരാണികമായിട്ടുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പൊ സീതാദേവിക്ക് ദാഹം വന്ന സമയത്ത് ശ്രീരാമൻ ചെറിയ രീതിയിൽ ഒരു കൈകൊണ്ട് ഇങ്ങനെ തോണ്ടിയ സമയത്ത് തന്നെ വെള്ളം കണ്ടു എന്നാണ് ആയിരിക്കും. അത് ആ ഒരു കാലത്തും വറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉള്ളത്. അപ്പൊ എത്ര വേനൽക്കാലത്തും അതിലൂടെ ശുദ്ധമായിട്ടുള്ള ജലം ഒഴുകി വരുന്നുണ്ട്. പിന്നെ കാണാനുള്ളത് നമുക്കിവിടെ ഈ പലയപ്പാണ്ടി വാട്ടർഫാൾസിന് താഴെ വരുന്ന ഒരു പെരിങ്ങോട്ടുശ്ശേരി കളമുണ്ട്. അതുപോലെ തന്നെ ചിങ്ങഞ്ചിറ ക്ഷേത്രമുണ്ട്. ചിങ്ങഞ്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് ഫുൾ ആൽമരം ത്തിന്റെ മാത്രമുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലും ഇല്ല. അവിടെ മുഴുവൻ നൂറ്റാണ്ടുകളായിട്ട് ആ ക്ഷേത്രത്തിന്റെ അവിടുത്തെ പ്രതിഷ്ഠ നിൽക്കുന്നത് ആലിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് അതിമനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. ധാരാളം സഞ്ചാരികൾ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആൽമരങ്ങളാണ്. ആ ആൽമരങ്ങളുടെ കിടപ്പും അതുപോലെ തന്നെ അവിടുത്തെ ഒരു തണുപ്പും ശീതളതയും ശരിക്കും പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു വന്യതയാണ്. അപ്പോൾ വനത്തിനുള്ളിൽ ചെന്നാലുള്ള ഒരു പ്രതീതിയാണ്.
അവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ പ്രതിഷ്ഠ പ്രതിഷ്ഠ അവിടെ ശിവന്റെ സങ്കല്പത്തിലാണ്, ശിവൻ പാർവതി എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ, കറുപ്പസ്വാമിയും വേലമ്മയും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവിടെ പൂജ അതുപോലെ വഴിപാടുകളുണ്ട്. വഴിപാടുകൾ ധാരാളം ആൾക്കാർ വന്ന് ചെയ്യാറുണ്ട്. കാരണം വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ആ ദേവനും ദേവിയും കേൾക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു കുഞ്ഞുണ്ടാവാനായിട്ടും അതുപോലെ തന്നെ ഒരു വീട് വെക്കാനായിട്ട്, വാഹനം വെക്കാനായിട്ട്, പിന്നെ നമ്മളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും സാക്ഷാത്കരിക്കാനായിട്ടുള്ള ശക്തി അവിടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിച്ച് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് പൂജകളും മറ്റുമൊക്കെ നടത്തുന്ന ഒരു സംവിധാനമാണ്. അവിടെ ഉത്തമത്തിലും അതുപോലെ തന്നെ അധർമ്മത്തിലും ഇപ്പോൾ കോഴി, ആട് ഇതിനൊക്കെ അവിടെ പിന്നെ ഇത് ചെയ്തിട്ട് പൂജ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ആൾക്കാരുണ്ട്. കാരണം ആടിനെയൊക്കെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ദിവസങ്ങളിൽ അതിൻ്റെ ആൾക്കാർ വരും. അവർ വന്നു കഴിഞ്ഞാൽ ആടിനെ കറുത്ത് അതിൻ്റെ ഇറച്ചിയൊക്കെ സംവിധാനം ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ വെച്ച് കൊടുക്കാനുള്ള ഭക്ഷണം അത് പാകം ചെയ്യാനും അതുപോലെ തന്നെ നിവേദിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുള്ള കാണാൻ? പിന്നെ ഈ ചിങ്ങഞ്ചിറയോട് ചേർന്നിട്ടുള്ള പെരിങ്ങോട്ടുശ്ശേരി കളം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കളപ്പരയാണ്. നെല്ല് സംഭരിച്ച് വെക്കാനുള്ള കളപ്പരയാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ്. കാരണം ഈ മലനിരകളുടെ ഫുൾ വ്യൂ നമുക്ക് അവിടെ നിന്നാൽ കാണാനായിട്ട് കഴിയും. എല്ലാ വാട്ടർഫാൾസും, സീതറുണ്ട് വാട്ടർഫാൾസും, പയപ്പാണ്ടി വാട്ടർഫാൾസും, ഈ മലനിരകളുടെ ശരിക്കും മുഴുവൻ സൗന്ദര്യം നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് കഴിയും. ചെറിയൊരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇന്ന് സഞ്ചാരികളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ ആയിട്ടാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി. പിന്നെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. പിന്നെ ചെല്ലഞ്ചേട്ടന്റെ ചായപ്പീടി. ചെല്ലഞ്ചേട്ടന്റെ ചായപ്പീടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70 വർഷം പഴക്കമുള്ള ഒരു ഓലപ്പരയാണ്. ആ ഓലപ്പര അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പിന്നെ അതിനെ ഇന്നിപ്പോ ലോകത്തിന്റെ എല്ലാ ആൾക്കാർക്കും, സഞ്ചാരികൾക്ക് ഇത് എത്തിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കൊല്ലങ്കോടിന്റെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. അതെ, എല്ലാവരും അറിയുന്നത്. ആദ്യം എല്ലാം അങ്ങോട്ടാണ് വരുന്നുണ്ട്. അതെ. പിന്നെ കുടിലിടം ശരിക്കും ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് മെയിൻ റോഡിലാണ്. കൊല്ലങ്കോട് തന്നെയാണ്. കൊല്ലങ്കോട് ടൗണിൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. അതും അതിമനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളാണ്. അവിടെ നിന്ന് കഴിഞ്ഞാലും ശരിക്കും ഏകദേശം 10 കിലോമീറ്റർ ദൂരെയുള്ള ഈ മലനിരകളുടെ വ്യൂ കാണാൻ പറ്റുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ശരിക്കും. ഇവിടുത്തെ ഈ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഈ പ്രോസസ്സിംഗ് ഇതിപ്പോ നമ്മൾ നെല്ല് ഇവിടെ ഇപ്പൊ കൊയ്ത്ത് കാലമാണ്. കാരണം കന്നിക്കൊയ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ കന്നി കഴിഞ്ഞപ്പോൾ ചിങ്ങം കഴിഞ്ഞു തുലാമാസം ആവാറായി. അപ്പൊ ഈ മാസങ്ങളിലാണ് നമുക്ക് ഇവിടെ കൊയ്ത്ത് നടക്കുന്നത്. കൊയ്ത്ത് ഇതിപ്പോ ഈ പാറപ്പുറത്താണ് ശരിക്കും ഞങ്ങളുടെ നെല്ല് മുഴുവൻ നമ്മളിവിടെ വെടിപ്പാക്കുന്നത്. അപ്പൊ കൊയ്ത് കഴിഞ്ഞാൽ ഈ താഴത്താണ് നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ. ഈ പാടത്തുള്ള നെല്ലൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഉണക്കി പിന്നെ ഇത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോ ഉണക്കി കാറ്റത്തിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചാക്കിലാക്കിയിട്ട് നമുക്കൊരു ഗോഡൌണിൽ ഇവിടെ വെക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഗവൺമെന്റ് തന്നെയാണ്, സപ്ലൈകോ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ നെല്ലാണല്ലോ, ഇനി അരിയാക്കണമെങ്കിൽ നെല്ല് അരിയാക്കണമെന്നുണ്ടെങ്കിൽ അത് മില്ലുകളിലേക്കാണ് കൊണ്ടുപോകുക. സപ്ലൈകോ എടുത്തിട്ട് ഓരോ പുഴുങ്ങല്ലേ ചെയ്യണ്ടേ? നെല്ല് അത് പുഴുങ്ങും. ഉണങ്ങിയല്ലോ. അതെ ആക്കാം. ഉണങ്ങിയതേ. ഇത് ശരിക്കും 17 ഡിഗ്രിയാണ് ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് വരിക. ഈ നെല്ലിന്റെ 17-18 വരിക. നമ്മള് ഈ പാറപ്പുറത്ത് ഉണക്കി കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ അതിന്റെ മോയ്സ്ചർ ശരിക്കും പറയുകയാണെങ്കിൽ തിന്നായിട്ട് വരും. എത്ര കാലം എടുത്തു വെച്ചാലും കേടുവരാത്ത രീതിയിലുള്ള നെല്ലായിരിക്കും. പിന്നെ ഇത് മില്ലുകളിൽ കൊണ്ടുപോയിട്ട് പാർബോയിലിംഗ് മുഖാന്തരമാണ് അത് നെല്ലൊക്കെ അവര് അരിയാക്കി സംസ്കരിക്കുന്നത്. പുഴുങ്ങാണ്. പുഴുങ്ങാനൊക്കെ എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളാണ്. അത് ഈ പിന്നെ ഇത് ഇവിടുത്തെ നെല്ലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിദേശങ്ങളിലേക്കും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ലോകത്തിന്റെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ ഇവിടുത്തെ പാലക്കാട് മട്ടേരിക്ക് പ്രത്യേകിച്ച് ഉമയാണ്. ഉമ റെഡ് റൈസ് ആണ്. ഇത് ഇവിടുത്തെ ഇവിടെ എല്ലാ 99% ആൾക്കാരും ഈ ഉമ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇവിടെ വേറെ കുറെ വെറൈറ്റി പുല്ലുകളൊക്കെ ഞാൻ അവിടെ കുടിലെടുത്ത് പോയിപ്പോ കണ്ടിരുന്നു. ബ്ലാക്ക് റൈസ് ഉണ്ട്. ബ്ലാക്ക് റൈസിന്റെ ഒരു 5-6 തരത്തിലുള്ള പിന്നെ ഇത് വെറൈറ്റീസ്. അത് ഇവിടെ ഉണ്ടോ? അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 1 കിലോ അരിക്ക് 600 രൂപ വരെ വിലയുള്ള ബ്ലാക്ക് റൈസ് ഒക്കെ അവിടെ കൃഷി ചെയ്യാറുണ്ട്. അത് അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള നെല്ലാണെന്ന് അർത്ഥം. അങ്ങനെയാണ്. ശരി എന്നാ. ഓക്കെ, താങ്ക് യു.